ന്യൂവൽസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കൊച്ചിയിലുള്ളത് ഒരു നാഷണൽ ലോ സ്കൂളാണിത്. അവിടെ എങ്ങനെയാ പഠിക്കാൻ പറ്റുക? നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോകാൻ പറ്റുമോ? ഏത് പരീക്ഷ എഴുതേണ്ടത്, എപ്പോഴാണ് എഴുതേണ്ടത്, എന്താ അവിടെ പഠിച്ചാൽ ഒരു പ്രത്യേകത ഉണ്ടാവുക, ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഹൗ ടു ബിക്കം വീഡിയോ. കുറേ നാൾ മുമ്പ് വരെ നമ്മൾ ഹൗ ടു ബിക്കം സീരീസ് ചെയ്യുമായിരുന്നു. അതിനകത്ത് പലതരത്തിലുള്ള പ്രൊഫഷണൽസിനോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അവരെങ്ങനെയാണ് ആ ഒരു പൊസിഷനിൽ എത്തിയത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിനോട് സംസാരിച്ചിട്ടുണ്ട്. ഐസറിലെ സ്റ്റുഡൻറ്റിനോട് സംസാരിച്ചൊരു വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു ആ ഒരു സ്ഥാപനത്തിൽ എത്തിപ്പെട്ടത്, എന്ത് പരീക്ഷ എഴുതിയതെന്നൊക്കെ. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ ഒരു കരിയറും കോഴ്സിൻ്റെയും ഒക്കെ സെലക്ഷൻ്റെ സമയത്ത്. ഇന്ന് ഹൗ ടു ബിക്കം സീരീസ് വീഡിയോയിൽ എന്നോടൊപ്പമുള്ളത് ദിൽദാർ അഹമ്മദാണ്. കോഴിക്കോട്ടുകാരനായ ദിൽദാർ ഇപ്പോൾ ന്യൂവൽസിലെ 5ാം വർഷ സ്റ്റുഡൻ്റ് ആണ്. സോ ദിൽദാർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്താണ് ഈ സ്ഥാപനം, അവിടെ എന്താണ് പ്രത്യേകത. ദിൽദാർ, വെൽക്കം. ഹായ് ദിൽദാർ, ഈ ന്യൂവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താണ്? ന്യൂവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അത് ഇന്ത്യയിലാകെ ഒരു 23 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ന്യൂവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലോ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ആക്ട് പുറപ്പെടുവിച്ചിട്ട് കൊണ്ടുവരുന്നൊരു സ്ഥാപനമാണ് ഈ ന്യൂവൽസ്, ഈ NLUs. അപ്പം ഇതിൻ്റെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഓൾഡസ്റ്റ് നാഷണൽ ലോ സ്കൂളായ NLSIU ബാംഗ്ലൂർ എന്നാണ്. അപ്പോൾ ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ പുറത്തു വരുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു സെക്കൻഡ് റിഫോം ഓൺ ലീഗൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിലൂടെ ഒരു പോളിസിയിലൂടെ അവർ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ആയിട്ട് ഒരു ലോ സ്കൂള് പുറത്തു കൊണ്ടുവരണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പണ്ട് ഈ ലോ യൂണിവേഴ്സിറ്റികളൊക്കെ ഈ 3 years ആദ്യം ഒരു ഡിഗ്രി എടുക്കുക, എന്നിട്ട് 3 years ലോ എടുക്കുക. അപ്പം അതും ഓരോരോ യൂണിവേഴ്സിറ്റികളുടെ അടിയിലായിരുന്നു. ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടിയിലുള്ള ലോ കോളേജൊക്കെ പോലെ. അപ്പം അവരുടെ റിസൾട്ട് ഈ ഡിലേ ഉണ്ടാകുന്നത്, അതുപോലെ റീവാലുവേഷൻ, അതുപോലത്തെ കാര്യങ്ങൾക്ക് ഡിലേ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഈ ലോ സ്റ്റുഡൻസിന് അവരുടേതായ ഒരു ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ ആദ്യമായിട്ടുണ്ടാകുന്നത്. അപ്പം 1987 ഏറ്റവും ആദ്യത്തെ നാഷണൽ ലോ സ്കൂള് ബാംഗ്ലൂർ 1987 ആദ്യം സ്റ്റുഡൻസിനെ എടുത്തു തുടങ്ങിയത്. അപ്പോൾ അപ്പം ഈ നാഷണൽ ലോ സ്കൂളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം വൈസ് ചാൻസലേഴ്സ് ഈ ചാൻസലേഴ്സ് ഒരു ഹൈ ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കും. ഇപ്പൊ NLSIU ബാംഗ്ലൂരിൻ്റെത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഈ ന്യൂവാൽസിൻ്റെത് ഇവിടെ ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ ചീഫ് ജസ്റ്റിസ്. അപ്പം ഓരോരോ നാഷണൽ യൂണിവേഴ്സിറ്റികളിലും അവരുടെ ആ ഒരു റെസ്പെക്റ്റീവ് സ്റ്റേറ്റിലെ ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസസ്മാരായിരിക്കും ഈ നാഷണൽ ലോ സ്കൂളുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ന്യൂവാൽസ് ഈ കൊച്ചിയിൽ തുടങ്ങുന്നത് അവരുടെ ഉത്ഭവം 2012 ബാർ അസോസിയേഷൻ ഈ നിയാസ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ആദ്യം. അപ്പം അവർ കേരളത്തിലൊരു ഓട്ടോണമസ് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്ന്. അപ്പം 2005 കേരള സർക്കാരിന് തോന്നി ഈ ന്യൂവാൽസ് പറയുന്നൊരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി കേരളത്തിന് വേണം. അപ്പം ന്യൂവാൽസ് ആക്ട് 2005 വന്നതിന് ശേഷമാണ് നിയാൽസുമായിട്ട് ചേർന്നിട്ട് ന്യൂവാൽസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ തുടങ്ങുന്നത്. അപ്പം അതിന്റെ ഇപ്പോഴത്തെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി ആ ഭാഗത്താണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ ഒറ്റ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യൂവൽസ് എന്ന് പറയുന്ന സ്ഥാപനം. അവിടെ പഠിക്കുന്ന ഒരാളെയാണ് നമുക്കിന്ന് കൂടെ കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെ കോഴ്സുകളാണ് ന്യൂവൽസിലുള്ളത്? പ്രത്യേകിച്ച് UG തരത്തിൽ 12ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന എന്തൊക്കെ പ്രോഗ്രാംസ് ന്യൂവൽസിലുണ്ട്? ന്യൂവൽസിലാകെ BA LLB മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോഴത്തെ ഇൻടേക്ക് 60 സ്റ്റുഡൻസ് പെർ ബാച്ച് ആണ്, 60 to 70 സ്റ്റുഡൻസ് പെർ ബാച്ച് ആണ് ന്യൂവൽസ്. പിന്നെ LLM PhD ഡിപ്ലോമ പ്രോഗ്രാംസ് ആണുള്ളത്. ഓക്കെ, ഈ BA LLB എന്ന് പറഞ്ഞു എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് എപ്പോഴും, എന്താണ് ഈ BA LLB, BBA LLB, BCom LLB? ഈ ഇടയ്ക്ക് എപ്പോഴും BTech LLB എന്ന് ഒരു സാധനം കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഡിഫറൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം BA LLB പറയുന്നത് ബാച്ചലർ ഓഫ് ആർട്സ്, ഈ LLB. അപ്പം BA LLB എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും BA LLB അല്ല, BA LLB ഹോണേഴ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ BA കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് BA സബ്ജക്ട്സിന്റെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടൂല. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ BA 5 years കംപ്ലീറ്റ് ചെയ്ത് BA LLB ഹോണേഴ്സ് എന്ന് പറയുന്ന ഡിഗ്രിയാണ്. അതുപോലെ BBA LLB ഹോണേഴ്സ്, BCom LLB ഹോണേഴ്സ്. അപ്പോൾ BA സബ്ജക്ട്സ് എന്ന് വെച്ചാൽ ബാച്ചലർ ഓഫ് ആർട്സിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രിയും LLBയിലൊരു ഡിഗ്രിയും തരുന്നത്. അതുപോലെ തന്നെ BCom എന്ന് വെച്ചാൽ ബാച്ചലർ ഓഫ് കൊമേഴ്സ്, BBA ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ BTech. ഈയിടെയായിട്ടൊരു യൂണിവേഴ്സിറ്റിയിൽ BTech LLB വരെ
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ BA LLB ആണെങ്കിൽ ആദ്യത്തെ 3 വർഷവും നമ്മൾ ഈ BA റിലേറ്റഡ് സബ്ജക്ട്സ് മാത്രമാണോ അതോ ലോ റിലേറ്റഡ് സബ്ജക്ട്സും ഇതിനോടൊപ്പം തന്നെ പഠിച്ചു? ഫസ്റ്റ് സെമസ്റ്ററിൽ കുറച്ചുകൂടെ BA റിലേറ്റഡും അതിനുശേഷമുള്ള എല്ലാ സെമസ്റ്ററിലും ലോ മെല്ലെ മെല്ലെ ഇന്റഗ്രേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇപ്പം ഫസ്റ്റ് സെമസ്റ്ററിൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഈ ഹിസ്റ്ററി, സോഷ്യോളജി, ലീഗൽ മെത്തേഡ്സ്, അത് ന്യൂവാൽസിൽ മാത്രമുള്ള അവിടെയുള്ള ഒരു ജേക്കബ് ജോസഫ് എന്ന് പറയുന്ന സാറ് ഈ കുട്ടികൾക്ക് ലീഗൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ന്യൂവാൽസി മാത്രമാണ്, ന്യൂവാൽ സ്പെഷ്യലാണ് ആ ഒരു സബ്ജക്ട്. ആ രീതിയിൽ അത് ലേശം ലോ ആയിട്ട് ഇന്റഗ്രേറ്റ്. സെക്കൻഡ് സെമസ്റ്ററിൽ ഞങ്ങൾക്ക് ലോ ഓഫ് ടോട്ട്സും ലോ ഓഫ് ക്രൈംസും ഒന്നും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ 2 സബ്ജക്റ്റ്. അങ്ങനെ ഓരോരോ സെമസ്റ്റർ കൂടുന്നതിനനുസരിച്ച് ഈ BAയുടെ ചായ്വ് കുറയുകയും LLBയുടെ ചായ്വ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു കുട്ടി കരിയർ സെലക്ട് ചെയ്യാനായിട്ട് ഫോർ എക്സാമ്പിൾ ഫൈനാൻസിന്റെ ഫീൽഡിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ലോ ആണ് എങ്കിലും ഇവൻച്വലി ഹി വാണ്ട്സ് ടു എൻഡ് ഇൻ എ കോർപ്പറേറ്റ് കമ്പനി വേറെ ഈ പറയുന്ന ഒരു ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം. അങ്ങനെയാണ് എങ്കിൽ ആ കുട്ടി BCom LLB എടുക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയാണ്. കാരണം അവർക്ക് ആ താല്പര്യം ഫൈനാൻസിലേക്കാണ്. അപ്പം ഈ ലോ പഠിക്കുന്നതിന് പലർക്കും പല കാരണങ്ങളുണ്ട്. ചിലവരുടെ ഈ എന്താണ് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്ന പോലെ ഈ അച്ഛൻ എല്ലാവരും ഈ ലോ ഫീൽഡിലാണ്, അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ഈ ലോയോട് താല്പര്യം കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം കോർപ്പറേറ്റ് ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ആൾക്കാരുണ്ട്. ഇപ്പൊ പുതിയ ഓപ്പർച്യൂണിറ്റികളാണ്. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാരിൽ ചിലവർക്ക് എന്താണ് ഇപ്പം ലോ അറിയാൻ, ഇപ്പം ഞാനൊക്കെ ഈ ലോ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് വെച്ചാൽ ലോ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോരോ സ്ഥാപനങ്ങളുടെ എന്താണ് ഇവിടെ ലോ, അത് ഈ ലീഗലാണോ അല്ലയോ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലോ മുഴുവൻ പഠിക്കുന്നത്. ആ ലോ ഇഷ്ടം കൊണ്ട് പോകുന്നതാണ്. ഈ ഒരു ഇഷ്ടം എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ദിൽദാർ, ഇങ്ങനെ ഒരു ലോ കോഴ്സ് എടുക്കണം എന്നൊക്കെ? ലോ കോഴ്സ് അപ്പം എന്റെ സിസ്റ്റർ ഈ ഒരു LLB ആണ് ചെയ്തേക്കുക. അവൾ BBA LLB ക്രൈസ്റ്റ്. അപ്പം അവൾ ലോ ഫീൽഡിലേക്ക് പോയപ്പം ഒരുപാട് ലോ ആയിട്ട്, അപ്പം ഈ ഡിന്നർ ടേബിളിലെ ചർച്ചാ വിഷയങ്ങൾ ലോ ആയിട്ട് വരാൻ തുടങ്ങി. അപ്പം ഈ ലോ അപ്പം എനിക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പൊ ഒരു +1 ആ കാലഘട്ടത്തിലാണ് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത്. ഈ +1 ആ ഒരു സമയത്ത് അപ്പൊ ഈ ലോ ഇപ്പൊ ഈ IPCയിൽ ഇങ്ങനെ സെക്ഷൻ ഉണ്ട്. പിന്നെ ഈ നാട്ടിൽ നടക്കുന്ന ഇപ്പൊ ക്രിമിനൽ ഇതാണ് കൂടുതൽ ഫേമസ്, ഈ TV-യിലൊക്കെ വരുന്നത്. അപ്പൊ അത് കാണുമ്പം ഇത് ഇപ്പൊ ഈ ജീവപര്യന്തം എന്ന് പറയുമ്പം പലർക്കും 13 വർഷം തെറ്റിദ്ധാരണ ഉണ്ട്. ഈ ജീവപര്യന്തം വെച്ചാൽ ജീവപര്യന്തം തന്നെയാണ്. പിന്നെ അത് ഈ മാനസിക പരിഗണന കൊടുത്തിട്ടാണ് 13 വർഷത്തേക്ക് ഇറക്കുന്നത്. അങ്ങനെയാണ് സംഭവം. അപ്പം ആ ഒരു ജീവപര്യന്തം, അപ്പൊ ആ രീതിയിൽ ഇപ്പം ഞാൻ ജീവപര്യന്തം കേൾക്കുമ്പോൾ 13 വർഷം എനിക്ക് കുറെ കാലം ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി ജീവപര്യന്തം ഈ ഒരു തന്നെയാണ്, ഡെഫിനിഷൻ തന്നെയാണ് ആ ഒരു രീതിയിൽ മാത്രം. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ +1 തൊട്ട് ഇപ്പം ഈ +2 ആ ഒരു സമയത്ത് കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി. ഒരു വർഷത്തെ കോച്ചിങ്. അവിടെയാണ് ഏതാണ് പരീക്ഷ, അത് എങ്ങനെയൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കോച്ച് ചെയ്യപ്പെടണം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ LLB പഠിക്കണമെങ്കിൽ ഇപ്പൊ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകൾ ഇപ്പൊ എണ്ണം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ക്ലാറ്റ് എന്ന കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. അത് സെക്കൻഡ് ആണ് AILET. അത് NLU ഡൽഹി മാത്രം അവരുടെ രീതിയിൽ അവർ തന്നെ നടത്തി അവർ തന്നെ കുട്ടികൾ എടുക്കുന്ന ഒരു പരീക്ഷ. പിന്നെ കേരളത്തിൽ തന്നെ കേരള ലോ കോളേജസ് ഉണ്ട്. കേരളത്തിന് 21 അവരുടെ എന്താണ് കേരള ഗവൺമെന്റ് ഫിനാൻസ് ചെയ്ത കോളേജുകളുണ്ട്. അപ്പൊ ഈ കോളേജിലേക്ക് പോകാനാണെങ്കിൽ ക്ലീൻ എന്ന പരീക്ഷ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ LSAT എന്നുള്ള പരീക്ഷ ഉണ്ട്. അപ്പൊ ഈ LSAT എന്ന് വെച്ച് കഴിഞ്ഞാൽ LSAC എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഉണ്ട്, ലോ സ്കൂൾ അഡ്മിഷൻ കൗൺസിൽ എന്നാണ്. അവരുടെ അടിയിൽ LSAT എന്ന് പറഞ്ഞ പരീക്ഷ വരെയാണ് 50 യൂണിവേഴ്സിറ്റികളുണ്ട് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നത്. അപ്പൊ LSAT ഇന്ത്യയാണ്. അപ്പൊ LSAT ഇന്ത്യയിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന OP ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ അതിന്റെ അടിയിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ എഴുതിയ പരീക്ഷ ഏതൊക്കെ വെച്ചാൽ MHCET മഹാരാഷ്ട്രയുടെ അവരുടെ പഴയ ഒരു ലോ കോളേജ് ഉണ്ട്, ബോംബെ ലോ കോളേജ്. ആ ലോ കോളേജ് പ്രത്യേകിച്ച് ആ കോളേജ് ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റി തരും. അവരുടെ മെയിൻ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മണി വരെ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഫുൾ ഇന്റേൺഷിപ്പ് ആണ്. ആ ഒരു രീതിയിലാണ്. അപ്പൊ ഈ ഒരു പരീക്ഷകളൊക്കെയാണ്. പിന്നെ ഈ ചെറിയ ഇപ്പം കുസാറ്റിന്റെ ലോ ഇതുണ്ട്, അവർക്ക് കുസാറ്റിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഓരോരുത്തർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ടെസ്റ്റ് എഴുതുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ഒരു എക്സാമുകൾ. അപ്പൊ നാഷണലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായി മാറുന്നത് ക്ലാറ്റ് ആണ് അല്ലെ? ഈ ക്ലാറ്റിന്റെ ഒരു പ്രിപ്പറേഷൻ ഇപ്പോ എനിക്ക് തോന്നുന്നു റീസെന്റ് പോലും ക്ലാറ്റിന്റെ ഒരു ഫോർമാറ്റിൽ കംപ്ലീറ്റ് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോ ദിൽദാർ എക്സാം എഴുതിയ ടൈമിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. ഈ പുതിയ പാറ്റേൺ മനസ്സിലാക്കിയിട്ടുണ്ടോ? പുതിയ പാറ്റേണിൽ ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ പുതിയ പാറ്റേണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യനിലും കോംപ്രിഹെൻഷൻ കൊണ്ടുവന്നു. ഒരു പാസേജ് തരും, എന്നിട്ട് അതിന്റെ മുകളിൽ ക്വസ്റ്റ്യന്റെ ആൻസർ തരാന്നുള്ള രീതിയിലായി. അപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ലോ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും നല്ലൊരു അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ കോംപ്രിഹെൻഷൻ കപ്പാസിറ്റിയാണ്. കാരണം ഇന്ത്യൻ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഏജ് ഓൾഡ് ആണ്. ഒരു 1800s തൊട്ട് ആക്ടുകളുണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ. ഇപ്പൊ CPC-യും CRPC ഒക്കെ ആ ഒരു സമയത്ത് വരുന്നതാണ്. അപ്പൊ ആ ഒരു ഫീൽഡ് ഇങ്ങനെ ഈ അമെൻഡ് ചെയ്ത് ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നതാണ്. അപ്പം ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിൽ ആ ഒരു ക്ലോസ് ഒക്കെ ബാധിക്കുമ്പോൾ ആ ഓരോരോ വേർഡിങ്ങിനും ഓരോരോ കോമയ്ക്കും അതിന് പ്രാധാന്യമുണ്ട്. അപ്പം ആ ഒരു പ്രാധാന്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ നല്ല കോംപ്രിഹെൻഷൻ കപ്പാസിറ്റി വേണം. അതുകൊണ്ടാണ് ഈ ക്ലാറ്റ് ഈ ഒരു എക്സാമിൽ കോംപ്രിഹെൻഷൻ രീതിയിൽ പാസേജുകൾ രീതിയിൽ അവർ എക്സാം നടത്തുന്നത്. അപ്പോൾ ഈ ക്ലാറ്റ് എക്സാമിന് ആകെ 3% ആണ് അവരുടെ ആക്സെപ്റ്റൻസ് റേറ്റ്. അതായത് 70 സംതിങ് പിള്ളേർ എഴുതുന്നു, 70K സംതിങ് പിള്ളേർ ഈ എക്സാം എഴുതി വരുമ്പോൾ 2.53K ആൾക്കാരെ മാത്രമേ ഇവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ NLU-കളിൽ. പക്ഷേ ഈ ക്ലാറ്റ് റാങ്ക് വെച്ച് പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും പിന്നെ കയറിപ്പെടാം. അപ്പൊ ആ ഒരു ക്രീം ഓഫ് ദ ക്രോപ്പ് എന്ന് പറയുന്ന ആൾക്കാർ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് കയറി വരുന്നുള്ളൂ. അപ്പം വളരെ ലോ ആക്സെപ്റ്റൻസ് റേറ്റ് ആണ്. ഇതില് എപ്പോഴും എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ അത് എളുപ്പമല്ലേ? കാരണം നമ്മൾ ഈ 10ാം ക്ലാസ് വരെ കണ്ടിട്ടുള്ള കോംപ്രിഹെൻഷൻ ഒരു പാസേജ് വായിച്ചാൽ അതിൽ തന്നെ എല്ലാ ഉത്തരവും ഉണ്ടാവും. പിന്നെ താഴെയുള്ള ചോദ്യം വായിക്കുന്നു, അതിൽ നിന്ന് ഉത്തരം എടുക്കുന്നു, നമ്മൾ ഇതിനകത്ത് എഴുതുന്നു. അപ്പൊ അത് ദ മോസ്റ്റ് ഈസിയസ്റ്റ് വേ ഓഫ് സാധനമാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ക്ലാറ്റിന്റെ ആസ്പെക്ടിൽ അത് എന്താണ് എന്നുള്ളത് അത് എഴുതിയ ഒരാൾ എന്ന നിലയിൽ ദിൽദാറിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പം കോംപ്രിഹെൻഷൻ ക്ലാറ്റിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ സാധാരണ കോംപ്രിഹെൻഷൻ വെച്ചാൽ ഒരു പാസേജ് വായിക്കും, അതിൽ കീ വേർഡിങ്സ് ഉണ്ടാവും. കീ വേർഡിങ്സ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ആ കീ വേർഡിങ്ങിന്റെ അവിടെയുള്ള ചുറ്റിപ്പറ്റി വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഈ ക്ലാറ്റ് എക്സാമിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോൾ പാസേജ് ഹോളായിട്ട് കോംപ്രിഹെൻഡ് ചെയ്ത് ഒരു സ്ട്രക്ചറിൽ കോംപ്രിഹെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ചോദിക്കുന്ന ഓരോ ചോദ്യം എളുപ്പമായിട്ട് നമുക്ക് ഇത് ചെയ്യാം. അതായത് ചിലപ്പം ഫസ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ് കോംപ്രിഹെൻഡ് ചെയ്ത് ആ കറക്റ്റ് ആ ഒരു രീതിയിലായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത്. അപ്പോൾ ആ ഒരു ലൈനും ആ ഒരു പാസേജും ആ ഒരു പാരഗ്രാഫ് ഈ അടിയുള്ള പാരഗ്രാഫും വായിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ 10ാം ക്ലാസ് വരെ പഠിച്ച് വന്നേക്കുന്നതിൽ ഈ പെട്ടെന്ന് കീവേഡ് കണ്ടുപിടിക്കുക, അപ്പോൾ അവിടെ കുറേ സമയം നഷ്ടപ്പെടും. അതിന് പകരം ഒരു 2 രീതിയിൽ ഇപ്പോൾ സ്കിം ചെയ്തിട്ട് വായിച്ചിട്ട് പിന്നെ സ്കാൻ ചെയ്ത് വായിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കിം ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്തോ മാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് വായിച്ചു പോയിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവൻ ഒരു രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എളുപ്പത്തിൽ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഒന്നും പ്രോപ്പർ രീതിയിൽ മനസ്സിലാക്കാതെ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് കിട്ടത്തില്ല. പിന്നെ അത് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന ആൾക്കാരും എങ്ങനെയാണ് ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഒരു രീതിയിൽ ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പം വെച്ചാൽ ഒരു കോമണിന്റെ മുകളിലുള്ള ആൾക്കാരാണ് അവർക്ക് വേണ്ടത്. അപ്പൊ ഈ കോമൺ ആയിട്ട് തന്നെ ചിന്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു ക്ലാറ്റ് പോലുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒരു കുട്ടി ഏത് ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ദിൽദാറിന്റെ അഭിപ്രായം? അപ്പം ഞാൻ പറഞ്ഞല്ലോ +2-ലാണ് എൻ്റെ. അപ്പം +1 ആ ഒരു സമയം തൊട്ട് ഇതിന് ഏതൊക്കെ എക്സാം ഉണ്ട്, ഏതൊക്കെ പാറ്റേണിലാണ്. കാരണം ചിലപ്പം പാറ്റേൺ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പം NLU-Dക്കൊക്കെ പാറ്റേൺ ചേഞ്ച് ആയിട്ട് പണ്ടുള്ളതെന്ന് ഈ ലീഗൽ റീസണിങ്ങും മാത്തമാറ്റിക്സ് ഇപ്പോൾ ഒഴിവാക്കി A-LET എക്സാമിന്. അതുപോലെ ക്ലാറ്റിന് ഈ അടുത്താണ് പാറ്റേൺ ചേഞ്ച് ആവുന്നത്. അപ്പൊ ആ പാറ്റേൺ ചേഞ്ച് ഉണ്ടോ, ഇനി ഏത് രീതിയിലാണ്. പിന്നെ ഒരു 50 മോക്ക് ടെസ്റ്റ് എങ്കിലും മിനിമം ചെയ്തിരിക്കണം. എന്നാൽ ക്ലാറ്റിന് നമുക്ക് പ്രിപ്പയർ ആയിട്ട് തന്നെ പോവാം. അവരുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള. അപ്പം ഞാൻ +2 അവിടെ കോഴിക്കോട് കോച്ചിങ് പോയി, എന്നിട്ട് 1 മാസം ക്രാഷ് ചെയ്ത് എന്നിട്ട് പോയി എക്സാം എഴുതി. അത്രയും മോക്ക് ടെസ്റ്റുകൾ എടുത്തിട്ട് ഈ മോക്ക് ടെസ്റ്റുകൾ എടുത്താൽ തന്നെ നമ്മളധികം ഈ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്കൊരു അടുപ്പം വരും. അപ്പൊ ആ അടുപ്പത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ക്ലാറ്റ് എക്സാം. നോട്ട് ദ പോയിന്റ്. നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞു തന്നു കേട്ടായിരുന്നോ? നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ദിൽദാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഞാനും എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഏത് എൻട്രൻസ് പരീക്ഷ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മോക്ക് ടെസ്റ്റിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കണമെന്ന്. അപ്പൊ അതേ ഒരു സംഭവം തന്നെയാണ് ദിൽദാറും ഇവിടെ എടുത്തു പറഞ്ഞത്. പിന്നെ ഈ അവരുടെ GK കറണ്ട് അഫയേഴ്സ് ഒരു 2 years ബാക്ക് അവർ ചോദിക്കുകയുള്ളൂ കറണ്ട് അഫയേഴ്സ്. അപ്പൊ ആ 2 years ഇപ്പം +1 തൊട്ട് സ്ഥിരമായി പേപ്പർ വായിക്കുന്ന ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ ആ കറണ്ട് അഫയേഴ്സ് ചോദിക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു ലോ എക്സാം ആയതുകൊണ്ട് കുറച്ചുകൂടെ ലീഗലായിട്ട് ഇപ്പം പല പ്രധാനമായ ജഡ്ജ്മെന്റുകൾ വരും. അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ ഒന്ന് പേപ്പറിലൂടെ വായിച്ച് പേപ്പറിൽ തരുന്ന ഒരു ആ ഒരു രീതി തന്നെ അവർ അവരുടെ ചോദ്യങ്ങൾ സെറ്റ് ചെയ്യാറുള്ളൂ. നമ്മുടെ ഈ ക്ലാറ്റിന്റെ പരീക്ഷയിൽ ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് അവരുടെ സിലബസിലെ ഒരു ഭാഗമാണ്. ഇപ്പൊ CBSEക്ക് അകത്ത് ചില സ്കൂളുകളിൽ ലീഗൽ സ്റ്റഡീസ് ഒരു പേപ്പറായിട്ട് വരുന്നുണ്ട്. സ്ട്രീം ഇതിനകത്ത് നമുക്കൊരു പേപ്പർ ഉണ്ട്. പക്ഷെ അത് അപൂർവം സ്കൂളുകളിൽ മാത്രമാണ് ആ ഓപ്ഷൻ ഉള്ളത്. അപ്പൊ ഇതില്ലാത്തൊരു കുട്ടി ഈ ലീഗൽ സ്റ്റഡീസ് പഠിക്കണേ ഇല്ലല്ലോ. ഇത് എങ്ങനെയാണ് നമുക്ക് ഈ 11th 12th കൊണ്ട് ഹാൻഡിൽ ചെയ്യാം? എവിടെയാണ് ഈ കോച്ചിങ് സ്ഥാപനങ്ങളുടെ ഒരു ഉപയോഗം മനസ്സിലാവുന്നത്? കാരണം ഈ ലീഗൽ സ്റ്റഡീസിൽ അവർ പ്രധാനമായിട്ട് ലോ ഓഫ് ടോട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കോഡിഫൈഡ് അല്ലാത്ത ഈ സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ജഡ്ജികൾ ഓരോന്നിനും ഉത്തരവ് വരുന്നത്, അതായത് ഈ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പളില്
വരുന്ന ഒരു ഇതാണ് ലോ ഓഫ് ടോർട്ട്. അതാണ് ഏറ്റവും എളുപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇപ്പം ഒരു കുട്ടിക്ക് പഠിക്കാനും ഏറ്റവും ഒരു ലോനോടൊരു ഫീൽഡിലേക്ക് ഒരു ബന്ധമില്ലാത്ത ഒരാൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ലോ ഓഫ് ടോർട്ട്. കാരണം അതിപ്പം നമ്മൾ കാണുന്നത് ഇപ്പം അതിൻ്റെ അകത്ത് ഇപ്പം എന്താണ് ഈ ബാറ്ററി അസൾട്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പം അസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം മാമിനെ ഇങ്ങനെ ആക്കാണ്, അപ്പൊ മാമിന് ഒരു ചെറിയ പേടി വന്നാൽ അത് അസൾട്ടാണ്. അത് ഞാൻ ഫിസിക്കലി ഇങ്ങനെ ആക്കി അത് ബാറ്ററി ആയി മാറും. അപ്പൊ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മള് സർവ്വസാധാരണ നമ്മുടെ ജീവിതത്തില് അപ്പൊ അതിന് വെച്ചാല് ഒരു സിവിൽ റോങ് ആണ്. അതിന് ഇത്ര ഫൈൻ ഇല്ല, അത് ഓരോരോ കേസ് ബൈ കേസ് അനുസരിച്ചിട്ട് അതിന് അൺലിക്വിഡേറ്റഡ് ഡാമേജ് എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള അപ്പൊ ടോർട്ടാണ് മെയിൻ ആയിട്ട് അവരുടെ ലീഗൽ റീസണിങ്ങിൽ വരുന്നത്. അപ്പൊ ആ ഒരു ടോർട്ട് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അതെന്ന് വെച്ചാൽ വായിക്കുമ്പോൾ തന്നെ ഏകദേശം അപ്പൊ അവർ ഈ കോച്ചിങ് സ്ഥാപനങ്ങളിൽ ഈ ടോർട്ട് നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന ഈ ലോ ഓഫ് ടോർട്ട് പേപ്പർ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് ലീഗൽ റീസണിങ് അവരുടെ. പിന്നെ കുറച്ച് ജനറൽ ലീഗൽ ടേംസ്, അതിനെ പറ്റിയുള്ള നോളജ്, ഈ ചെറിയ മാക്സിമുകൾ, അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ഗിവൺ സെക്ഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പഴയതാണ്, 800s മുതലുള്ള ഇതാണ്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ ചില ലീഗൽ മാക്സിമംസ് ഉണ്ട് അന്ന് ഉപയോഗിച്ച്. അപ്പൊ ആ ലീഗൽ മാക്സിമിന്റെ അർത്ഥം കുറച്ചൊക്കെ മനസ്സിലായാൽ നമുക്ക് ഇത് പെട്ടെന്ന് കോംപ്രിഹെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അന്ന് അവരെന്താണ് ഉദ്ദേശിച്ചത്, ലോ മേക്കേഴ്സ് എന്താണ് ഉദ്ദേശിച്ചത്, അതാണ് നമ്മൾ ഈ ഇതിന്റെ അകത്ത് കണ്ടെത്താൻ നോക്കുന്നത് ഈ ഇന്റർപ്രിട്ടേഷനിലൂടെ. ഓക്കെ, ഒരു 5 വർഷത്തെ LLB പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും? ഈ ഇന്റേൺഷിപ്പ്, പ്രോജക്ട്, അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൽ എന്തൊക്കെ LLB കോഴ്സിലുണ്ട്? LLB ഈ ഇന്റേൺഷിപ്പ് പ്രോജക്ട്സ്, അപ്പം ഇന്റേൺഷിപ്പ് LLBയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഈ ഞങ്ങളെ ന്യൂവാൽസിലെ 10 ഇന്റേൺഷിപ്പുകൾ ചെയ്യണം നിർബന്ധമുണ്ട്. എന്ന് വെച്ചാൽ ഓരോരോ സെമസ്റ്ററിലും ഓരോരോ ഇന്റേൺഷിപ്പുകൾ, 15 ഡേയ്സിന്റെ ഒരു ഇന്റേൺഷിപ്പും ഈ ലാസ്റ്റ് 9th സെമസ്റ്ററിൽ 15 1 മന്ത് ഇന്റേൺഷിപ്പും ചെയ്യണം നിർബന്ധമാണ്. അതിന്റെ റിപ്പോർട്ടുകളുണ്ട്, ഡയറികളുണ്ട് ഇന്റേൺഷിപ്പ്. പക്ഷേ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നത് വളരെ വാസ്റ്റ് ആയ ഒരു എക്സ്പീരിയൻസും ആ ഒരു ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഇന്റേൺഷിപ്പ് നോർമലി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ നമ്മൾ ഈ ലോവർ കോർട്സിലും ഹൈക്കോർട്ട്, സുപ്രീം കോർട്ടിലൊക്കെ അവിടെയൊക്കെ പോയിട്ട് ഈ കോർട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു അഡ്വക്കേറ്റ് അടിയിൽ പോയിട്ട് അഡ്വക്കേറ്റിനാർ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്, അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ നല്ല നല്ല ഒരു ഈ NGOs, അതുപോലത്തെ ഓർഗനൈസേഷൻസ്, ഈ സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻസ്, ഗവൺമെന്റ് അടിയിലുള്ള പോളിസി ഇപ്പോൾ സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻസ് ഉണ്ട്. പിന്നെ ഈ കോർപ്പറേറ്റ് ഫേംസ് ഉണ്ട്. ഒരു 3rd ഇയർ 4th ഇയറിലേക്കൊക്കെ നീങ്ങുമ്പോഴേക്കും കോർപ്പറേറ്റ് ഫേംസിലേക്ക് ഇന്റേൺഷിപ്പ് തുടങ്ങാം. അപ്പോൾ ഒരു കോർപ്പറേറ്റ് ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ 3rd ഇയർ 4th ഇയർ പീരീഡിലേക്ക് ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്ത് അവിടെ പോയി ഇന്റേൺഷിപ്പ് ചെയ്ത് ഈ കോർപ്പറേറ്റ് ലൈഫ് എങ്ങനെയാണ് നീങ്ങുന്നത്, കോർപ്പറേറ്റ് അവിടെ എന്തൊക്കെയാണ് ജോലി ഉണ്ടാകുന്നത്. കാരണം നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ കോർപ്പറേറ്റ് എന്ന് പറയാനല്ലാതെ അവിടെ എന്താണ് നടക്കുന്നത്, ഏത് രീതിയിലുള്ള കേസുകളാണ്, റിസർച്ച് വർക്ക് എങ്ങനെയാണ്, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് പീരീഡിൽ അവിടെ പോയിട്ട് കണ്ട് മനസ്സിലാക്കി ഇത് എനിക്ക് പറ്റുന്നതാണോ കോർപ്പറേറ്റ് ലൈഫ്, അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അവിടെ പോവാ. അവിടെ നന്നായി പെർഫോം ചെയ്താൽ അവർ കോൾ ബാക്ക് ഉണ്ടാവും, പ്ലേസ്മെന്റ് കിട്ടും. അങ്ങനെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ന്യൂവാൽസിൽ ഓരോരോ സെമസ്റ്ററിലും 6 സബ്ജക്ട്സ് ഇതാണ് ഉള്ളത്. അപ്പൊ ഈ പ്രോജക്ട്, പ്രസന്റേഷൻ, വൈവ, ഇത് ഈ ഒരു ലോ സ്റ്റുഡന്റിന്റെ പ്രധാന ഭാഗമാണ്. ഇപ്പൊ പലർക്കും അറിയാം ഈ ഡിബേറ്റിംഗ് സ്കില്ല്, ഈ അഡ്വക്കേറ്റിന് വേണ്ട ഡിബേറ്റിംഗ് സ്കില്ല്, ആ ഒരു സംസാരിക്കുന്ന അസർട്ടീവായിട്ട് സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അതൊന്നും എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് LLB പറ്റില്ല. എനിക്ക് ലോഡ് താല്പര്യമുണ്ട്, പക്ഷെ ഇതൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്നവര്, അത് ഒരു പ്രധാനമായ മിസ്കൺസെപ്ഷൻ ആണ്. കാരണം ഈ ന്യൂവാൽസ് പോലത്തെ ഓർഗനൈസേഷനിൽ അധികം ലോ പഠിപ്പിക്കുന്ന ഓർഗനൈസേഷനിലും ഓരോരോ സെമസ്റ്ററിലും ഓരോരോ സബ്ജക്ട്സിലും ഓരോരോ പ്രോജക്ട്, അതായത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കുക, അതിന് വൈവയ്ക്കുക. അപ്പൊ ഇതിലൂടെ നമ്മൾ ഈ പോഡിയത്തിൽ പോയിട്ട് എല്ലാവരെയും ഫേസ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ ആദ്യം സ്റ്റേജ് ഫിയറും ചെറിയ കൈവരയിലൊക്കെ ഉണ്ടാവും. പക്ഷെങ്കിൽ അത് പിന്നെ ചെയ്ത് ഒരു 5th ഇയർ കഴിയുമ്പോഴേക്കും ഈ സ്റ്റേജ് ഫിയർ എന്ന കാര്യം എല്ലാവരും മറക്കും. കാരണം ഏതൊരു പോഡിയത്തിൽ ഇപ്പം ആരോട് സംസാരിക്കാനും ഒരു മടിയോ ചമ്മലോ അതൊക്കെ അങ്ങോട്ട് ഈ ലോ ഫീൽഡിൽ ഇറങ്ങുന്നതുകൊണ്ട് അങ്ങോട്ട് പോകും. ഇതിനെപ്പറ്റി നമ്മൾ അധികം കൺസേൺഡ് ആയിട്ട് ഈ ഫീൽഡ് എടുക്കാതിരിക്കുക. അങ്ങനെ ഇത് ഡിബേറ്റിംഗ് ഒക്കെ പഠിച്ചവർക്ക് അവരുടെ ന്യൂവാൽസിൽ ഡിബേറ്റിംഗ് സൊസൈറ്റി, അങ്ങനെ ഓരോരോ ഡിബേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. പിന്നെ അങ്ങനെ കാര്യങ്ങൾ. പിന്നെ മൂഡ് കോഡ്സ് എന്ന് പറഞ്ഞാൽ മോഡൽ കോഡ് സിസ്റ്റം ആണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്കൊരു കേസ് തരും. ആ കേസ് ഒരു മെമ്മോറിയൽ ഉണ്ടാക്കണം. മെമ്മോറിയൽ എന്നാണ് പറയുന്നത്. അതിന്റെ അകത്ത് ഈ കേസിൽ ഇങ്ങനെയാണ്. അപ്പൊ ഈ നമ്മൾ വാദിക്കാൻ പോകുന്ന പോയിന്റ്സ്, ഈ ആർഗ്യൂ ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് അത് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതണം. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പൊ ഇന്ത്യൻ കോഡ് സിസ്റ്റം എന്ന് വെച്ചാൽ പഴയ കേസുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഈ സ്റ്റാർ ഡിസൈസ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അപ്പൊ പഴയ കേസുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോർട്ടിന്റെ കേസുകൾ എല്ലാ കോടതിയിലും ബൈൻഡിങ് ആണ്. അപ്പൊ താഴത്തെ ഹൈക്കോർട്ട്, ആ ഹൈക്കോർട്ടിന്റെ അടിയിലുള്ള കോർട്ടുകൾക്കും ബാക്കിയുള്ള ഹൈക്കോർട്ടുകൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പൊ ആ രീതിയിലാണ് പഴയ കേസുകൾക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ കോമൺ ലോ സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ഭയങ്കര പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ മെമ്മോറിയൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് തരുന്ന ആ പ്രോബ്ലത്തിന്റെ പഴയ കേസുകൾ, അതിനെപ്പറ്റി റിസർച്ച്
ഈ ലീഗൽ ഫീൽഡിന്റെ ഭാഗമാണ്. അതായത് ഏത് ലിറ്റിഗേഷൻ മുതൽ കോർപ്പറേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാത്തിലും ലീഗൽ റിസർച്ച് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം. അപ്പൊ ഈ റിസർച്ച് ചെയ്ത് മെമ്മോറിയൽ ഉണ്ടാക്കുക, അത് മെമ്മോറിയൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് പ്രസന്റ് ചെയ്യുക ജഡ്ജസിന് മുന്നിൽ. അപ്പൊ ഈ മൂട്ട് കോർട്ടിന് സാധാരണ നടന്നതെന്ന് വെച്ചാൽ ഈ ഞങ്ങളെ ന്യൂവാൽസിലൊക്കെ ഈ സീനിയർ അഡ്വക്കേറ്റ്സ്, സുപ്രീം ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ്സ്, ഹൈക്കോടതി ജഡ്ജസ് ഒക്കെ വന്ന് മൂട്ട് കോർട്ട് ജഡ്ജസ് ആയിട്ടിരിക്കും. അപ്പം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ അഡ്വക്കേറ്റ്സിനെ കുറച്ചുകൂടെ സുഖം പബ്ലിക് സ്പീക്കേഴ്സിന്. കാരണം ഈ ജഡ്ജിനെ മാത്രമേ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു 1-on-1 കോൺവെർസേഷൻ ആണ്. ഇപ്പൊ ആൾക്കാരൊക്കെ വിചാരിക്കുന്നവരെ എല്ലാവരോടും സംസാരിക്കേണ്ട ആവശ്യമില്ല, ഈ നടന്ന് സംസാരിക്കുന്നില്ല, അതൊക്കെ സിനിമയിൽ കാണുന്നത് മാത്രമാണ്. ഇത് കോടതിയിൽ അവിടെ ബെഞ്ച് ഉണ്ടാവും, നമ്മളെ കേസ് പിടിക്കുമ്പോൾ മെയിൻ ആർഗ്യുന്ന അവിടെ പോയിട്ട് എണീച്ച് നിന്നിട്ട് ജഡ്ജിനോട് ഡയറക്റ്റ് സംസാരിക്കുകയാണ്. നമ്മൾ ജഡ്ജിനോട് നമ്മളെ പോയി ജഡ്ജിനെ കൺവിൻസ് ചെയ്യാം. ജഡ്ജിന് നമ്മളെ ഇന്റർപ്രിട്ടേഷൻ കാണിക്കലാണ് പ്രധാന, അത് ശരിയാണ് ജഡ്ജിനെ കൊണ്ട് തോന്നിക്കലാണ് നമ്മളൊരു അഡ്വക്കേറ്റിന്റെ പ്രധാന ഫംഗ്ഷൻ, അത് ചെയ്യേണ്ട കാര്യം. അപ്പം ആ രീതിയിൽ നമുക്ക് മൂട്ട് കോർട്ട് അതിനെ വളരെയധികം സഹായിക്കും, നമുക്ക് ഈ 1-on-1 സംസാരിക്കുന്നത്. അപ്പൊ ഈ മൂട്ട് കോർട്ടിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ജഡ്ജ് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും, എന്താണ് ഏത് ബേസിസിൽ ആണ്. അപ്പൊ ആ കേസിനെ പറ്റി മുഴുവൻ പഠിച്ച്, അപ്പം ആദ്യത്തെ പ്രാവശ്യമൊക്കെ മൂട്ട് കോർട്ടിന് പോകുമ്പോൾ നമുക്ക് നല്ല പേടിയുണ്ടാവും. പക്ഷെ പിന്നെ മൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ട് മറികടക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു കാര്യം ധൈര്യം അങ്ങോട്ട് വരും ആ രീതിയിൽ. പിന്നെ ഈ കുട്ടികൾക്ക് ഈ LLB ഫീൽഡിലേക്ക് വരുമ്പോൾ എന്താണ്, ഈ 10th മുതൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഈ മോഡൽ യുണൈറ്റഡ് നേഷൻ അത് എന്താണ് ഉറപ്പായും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു റെലവെന്റ് നോളജ് ഓരോരോ കൺട്രീസിനെ പറ്റി കിട്ടും. അപ്പം അത് നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത് കേരളത്തിലെ സ്കൂളുകളിലൊക്കെ ഉണ്ടോ? കേരളത്തില് MUN ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ കേരളത്തിലെ സ്കൂളുകളിലുണ്ട്. ചില സ്കൂളുകളിലുണ്ട്. അവര് മണ്ണിങ് സൊസൈറ്റി എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് സ്കൂളുകളിൽ തന്നെ പറയും. പക്ഷെ പിന്നെ നമുക്ക് ഇപ്പം ഈ ഇൻഫർമേഷൻ യുഗത്തില് നമ്മൾ സ്കൂളുകളിൽ കിട്ടാത്തത് കൊണ്ട് ഇത് ചെയ്യാതായി പോകുന്നുണ്ടെന്ന് ഒരു എക്സ്ക്യൂസസ് അല്ല അത്. കാരണം ഇത് ഓരോരോ സൈറ്റുകൾ എടുത്ത് നോക്കിയാൽ മണ്ണെന്ന് ഇപ്പൊ ഗൂഗിളിൽ എടുത്ത് മൺസ് ഇൻ കേരള എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് കിട്ടും. ഇവിടെയൊക്കെ ഇപ്പൊ മണ്ണ് സംഭവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് സ്കൂളിൽ നിന്ന് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതായത് നമ്മുടെ സ്കൂളിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഇരിക്കണ്ട, അതാണ് പറഞ്ഞു തരുന്നത്. ഈ മണ്ണ് പറയുന്ന സാധനം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ. മോഡൽ UN നിങ്ങൾ അറിയില്ലാന്നുണ്ടെങ്കിൽ, സ്കൂളിൽ ഇല്ലെങ്കിൽ സാരില്ല. ഇനിയിപ്പോ സ്കൂളിൽ ഇതൊക്കെ ചെയ്തു തരാൻ കപ്പാസിറ്റി ഉള്ള ടീച്ചേഴ്സിനോ ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസ് ചെയ്ത് തരും. സ്റ്റുഡൻസ് ആവശ്യം മുന്നോട്ട് വെക്കുന്നതുകൊണ്ടാണല്ലോ ടീച്ചർ ആ റിസോഴ്സസ് തരാൻ. കറക്റ്റ് പോയിന്റ്. നമ്മളുടെ ആവശ്യം നമ്മൾ ഒന്ന് പറയുമ്പോഴാണ് ടീച്ചേഴ്സിനും ഓക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സും അത് ഓർഗനൈസ് ചെയ്ത് കൊടുക്കാൻ ഒരു ഡ്രൈവ് അവരിലും ഉണ്ടാവും. അപ്പോ ഈ ഒരു LLB പ്രോഗ്രാം കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിന്റെ ഓപ്ഷനിൽ, പ്രത്യേകിച്ച് ന്യൂവൽസ് പോലൊരു സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന, ന്യൂവൽസ് എന്ന് പറയുമ്പോഴത്തേനും അതായത് അത്രയും വലിയൊരു 23 നാഷണൽ യൂണിവേഴ്സിറ്റിയിലൊന്നാണ്. അപ്പൊ അത്തരത്തിലൊരു സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന കുട്ടി ഓപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഹയർ സ്റ്റഡി ഓപ്ഷൻസ് എന്താണ്? അതുപോലെ തന്നെ പ്ലേസ്മെന്റിന്റെ സാധ്യത ഈ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് പോലെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. ക്യാമ്പസ് പ്ലേസ്മെന്റ് സെൽ ഉണ്ട് യൂണിവേഴ്സിറ്റി. അത് ഈ അടുത്താണ് ഈ ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഒരു സ്റ്റുഡന്റ് റൺ ബോഡിയാണ്, ടീച്ചേഴ്സ് തന്നെ സൂപ്പർവൈസ് ചെയ്ത്. അപ്പം ഈ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ലോ ഫേമിനെ അപ്രോച്ച് ചെയ്തിട്ട് അവരോട് ഇവിടെ വന്നിട്ട് ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്താനൊക്കെ സ്റ്റുഡൻസ് തന്നെയാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ടീച്ചേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അലൂമിനി നെറ്റ്വർക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് ടീച്ചേഴ്സ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു പ്ലേസ്മെന്റ് സെൽ ഉണ്ട്. അപ്പം എന്താണ്, 2 രീതിയിൽ പ്ലേസ്മെന്റ് ആവും. കോൾ ബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ അവിടെ പോയി ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ബാക്ക് കിട്ടും. രണ്ടാമത് പ്ലേസ്മെന്റ് സെൽ എന്ന് വെച്ചാൽ ഒരു മാസ് ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പം അവര് ഇന്റർവ്യൂ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റ്സിനെ അവർ സെലക്ട് ചെയ്യും, അവർ പ്ലേസ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഒരു ആക്റ്റീവ് പ്ലേസ്മെന്റ് സെൽ എല്ലാ NLU-കളിലും ഉണ്ട്. പണ്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു, അതായത് ഇപ്പോഴും ഉണ്ട് ചിലരുടെ ഇടയിൽ. നമ്മള് ഈ ഒരു LLB ഒക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സീനിയർ അഡ്വക്കേറ്റിന്റെ കീഴിൽ കുറെ വർഷം പൈസ ഒന്നും കിട്ടാതെ ഇങ്ങനെ പണിയെടുക്കേണ്ടി വരും. കാരണം സിനിമയിലൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊരു ധാരണ. അപ്പോ ദിൽദാർ പറയുന്നത് അങ്ങനെയല്ല. കാരണം അത് അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇപ്പം ലിറ്റിഗേഷനിൽ പോകുന്ന ആൾക്കാർക്കാണ് ഈ സീനിയർ അഡ്വക്കേറ്റിന്റെ അടിയിൽ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് കേസ് പഠിച്ചു വരുന്നതിനനുസരിച്ച് സീനിയേഴ്സ് അത്ര ഫീസ് തരുള്ളൂ, ഒരു സാലറി തരുള്ളൂ. പക്ഷെങ്കിൽ ഇപ്പം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വളരെയധികം ഓപ്ഷൻസ് ഉണ്ട് ഈ LLB കഴിഞ്ഞാല്. ഇപ്പം ഈ കോർപ്പറേറ്റ് ഫേംസിലേക്ക് കയറി, കോർപ്പറേറ്റ് ഫേംസ് അവര് ഈ ഓരോരോ കോമ്പറ്റീഷൻ ലോ, ഈ IPR റൈറ്റ്സ് അതുപോലത്തെ കാര്യങ്ങളിൽ അവരുടെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പൊ ആ ഫേംസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലേസ് ആവുകയും ഹൈ സാലറി പാക്കേജ് ഉണ്ട്. അതായത് ഒരു പെർ ആനം 12 to 24 ഒക്കെ കിട്ടുന്ന പാക്കേജുകളുണ്ട്.
അപ്പം അങ്ങനെ നല്ല ഹൈ സാലറീഡ് ആയിട്ടുള്ള പാക്കേജുകളോടുകൂടി പ്ലേസ് ആവും കോർപ്പറേറ്റിലേക്ക്. പിന്നെ വലിയ വലിയ MNCസിന്, എല്ലാ വലിയ MNCസിനും ഒരു ലീഗൽ ടീം ഉണ്ടാവും. അപ്പം അവരുടെ ലീഗൽ അഡ്വൈസേഴ്സ് ടീമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലേസ്ഡ് ആവാം. ആ ഒരു രീതിയിലാണ് താല്പര്യം, ഒരു ലീഗൽ അഡ്വൈസർ ആയിട്ട്. പിന്നെ ഇതൊന്നല്ല കോർപ്പറേറ്റ് ലൈഫ് എന്ന് വേണ്ട, ഒരു സ്ലോ ലൈഫ് ആണെങ്കിൽ ഒരു ആ ഒരു രീതിയിൽ അതിന് ജുഡീഷ്യൽ സർവീസുകൾ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ എക്സ്പീരിയൻസ് വേണമായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ മജിസ്ട്രേറ്റ് ടെസ്റ്റുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് LLB പാസ് ഔട്ട് ആയ ശേഷം ഡയറക്റ്റ് ആയിട്ട് ഈ മജിസ്ട്രേറ്റ് ടെസ്റ്റുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്തിട്ട് എഴുതി അവരുടെ 2 വർഷത്തെ ജുഡീഷ്യൽ അക്കാഡമിയിലെ ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ മജിസ്ട്രേറ്റ് ആയിട്ട് പോസ്റ്റ് ആവാം. ഒരു 24 വയസ്സിൽ മജിസ്ട്രേറ്റ് ആയിട്ട് 25 വയസ്സിൽ മജിസ്ട്രേറ്റ് ആയിട്ട് ഇരിക്കാം, ഡയറക്റ്റ് അങ്ങോട്ട് പോകണം ആ രീതിയിൽ. അപ്പം ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇപ്പം എന്താണ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, നമ്മൾ ഇപ്പം ഇല്ല ഇന്ത്യയിൽ ഇപ്പം IPS പോലെ ഇന്ത്യൻ ലീഗൽ സർവീസ് വരും എന്നാണ് പറയുന്നത്. അപ്പൊ അത് വന്നാൽ അതും ലോയേഴ്സിനെ വളരെയധികം ഒരു കരിയർ പാത്തായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം മോഡി ഗവൺമെന്റ് അതിനെപ്പറ്റി സംസാരിച്ച് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഇന്ത്യൻ ലീഗൽ സർവീസിനെ പറ്റിയിട്ട്. ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ കരിയർ, അപ്പം ഈ ലിറ്റിഗേഷൻ മാത്രമല്ല ആ ഒരു രീതിയിലും നമുക്ക് മുന്നോട്ട് ചെയ്യാം. പിന്നെ ഈ ഗവൺമെന്റിന് വേണ്ടി അറ്റോർണി ആവും, പബ്ലിക് പ്രോസിക്യൂട്ടർ, ആ ഒരു രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആ ഒരു രീതിയിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ ഗവൺമെന്റിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരായിട്ട് മാറാവുന്നതുള്ളൂ. അതൊരു നല്ല വൈഡ് കരിയർ പാത്തുകളാണ്. പിന്നെ ഈ ഹയർ സ്റ്റഡീസ് ഇപ്പം ഈ LLB കഴിഞ്ഞാല് ഏതൊരു എടുക്കുന്ന LLM ആണ്. അപ്പം LLMന് അപ്പോഴേയും ക്ലാറ്റ് വരും. ക്ലാറ്റ് PG എന്ന് പറയുന്ന എക്സാം എഴുതിയിട്ടാണ് LLMന് പോകുന്നത്. അല്ലെങ്കിൽ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പോവാം. ആ ഒരു രീതിയിൽ ഹയർ സ്റ്റഡീസ്. അപ്പം ഹയർ സ്റ്റഡീസിന് പ്രത്യേകത വെച്ചാൽ LLM ഒരു പർട്ടിക്കുലർ സബ്ജക്ട് ആയിരിക്കും. LLB പോലെ എല്ലാ ലോനെ പറ്റിയും പഠിക്കില്ല. ഈ ഇപ്പം IPR, കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ്, ആ ഒരു രീതിയിൽ ആ ഒരു സ്പെസിഫിക് ഫീൽഡിലേക്ക് പഠിക്കാവുന്ന ഹയർ സ്റ്റഡീസ് സാധ്യമാണ്. ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ട് ഫോറിൻ കൺട്രീസിൽ പോയി നമ്മൾ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാ ഫോറിൻ കൺട്രീസിലും നമുക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ട് പറ്റുമോ? അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ജനറലി എന്താണ്? ജനറലി ഇപ്പൊ നോർമലി ആൾക്കാർ ഇപ്പം സ്റ്റുഡൻസ് ഈ LLB കഴിഞ്ഞാല് അധികം ഫോറിൻ നാഷണൽസ് ഇപ്പൊ UK പോലത്തെ കൺട്രീസിൽ പോയിട്ട് ഈ LLM എടുത്തിട്ട് ഒരു LLM ഹയർ സ്റ്റഡീസ് എടുത്തിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്ത് പാസ്സാവുക. അപ്പം ഡയറക്റ്റ് പോയി കഴിഞ്ഞാലും ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അവരുടെ ഒരു ഇപ്പൊ ഈ പുറത്തുനിന്ന് ഡോക്ടറാകാൻ വേണ്ടി പഠിച്ചിട്ട് ഇപ്പം ചൈനയിൽ പോയി പഠിച്ച് തിരിച്ച് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ഉണ്ട് ഇന്ത്യ. അപ്പൊ ആ ഒരു റെക്കഗ്നൈസ് ഒരു ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അവിടെയും പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഈ UAE മിഡിൽ ഈസ്റ്റ് കൺട്രീസില് ഈ അവിടെയുള്ള അവിടെയുള്ള സിറ്റിസൺസിന് മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവിടെയൊക്കെ ബാക്ക് എൻഡ് വർക്കുകളാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഈ ബാക്ക് എൻഡ് റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പണിയാണ്. അപ്പം അതിനെപ്പറ്റി നമ്മൾ എല്ലാ ഫീൽഡിലും ആവണം. ചില കേസ് നമുക്ക് കാണുമ്പോൾ തോന്നും ഇത് ഒരിക്കലും ഒരു പ്രഥമ നമുക്ക് ഇത് ജയിക്കാൻ പറ്റൂല. പക്ഷെ ആ ഒരു കേസുകളിൽ 2 സൈഡിലും ആണ് ഈ ലോയുടെ ഇന്റർപ്രിട്ടേഷൻ ആണ് ഈ മെയിൻ ആയിട്ടുള്ളത്. അപ്പം ആ രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്യണം, നമ്മുടെ ഭാഗം ജയിക്കുന്ന രീതിയിൽ. കാരണം ഇന്ത്യയിലൊക്കെ ലോ എന്ന് വെച്ചാൽ പുരാതന നിയമമായതുകൊണ്ട് അതിൻ്റെ അകത്ത് കറക്റ്റ് ഭാഗങ്ങൾ കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പൊ ഏറ്റവും നല്ല ഇന്റർപ്രിട്ടേഷൻ ജഡ്ജിന് കൊടുക്കാൻ പറ്റുന്ന. അപ്പം വലിയ നേരത്തെയുള്ള ജഡ്ജ്മെന്റ് വരെ ഓവർ റൂൾ ചെയ്തിട്ട് പുതിയ ജഡ്ജ്മെന്റ് വരാം. അപ്പൊ ആ രീതിയിൽ ബാക്ക് എൻഡ് റിസർച്ച് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ പത്രങ്ങളുടെ ഇടയ്ക്കൊക്കെ വായിച്ചിട്ടുള്ളതുമായിട്ടുള്ള സംശയം എപ്പോഴും എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഡൗട്ടാണ്. ചില അഡ്വക്കേറ്റുമാർ മിനിറ്റിന് വെച്ചിട്ട് പൈസ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ഒരു ലെവലിലേക്ക് ശരിക്കും അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു ലെവലിലേക്ക് എപ്പോ നമുക്ക് എത്തിപ്പെടാൻ പറ്റും? അങ്ങനെ ഒരു സീനിയർ അഡ്വക്കേറ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഒരു സമയത്തിന് മൂല്യം തുടങ്ങും. ഇപ്പം സുപ്രീം കോടതിയുടെ ഫേമസ് അഡ്വക്കേറ്റ് ആയ ഹരീഷ് സാറിലെ പുള്ളിക്കാരന് മിനിറ്റുകൾക്കാണ് പൈസ. പുള്ളിക്കാരൻ വന്നു അവരുടെ ആ ആർഗ്യുമെന്റ് കറക്റ്റ് പോയിന്റുകൾ പറഞ്ഞു. അപ്പം ഈ ഓരോരോ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ അഡ്വക്കേറ്റ്സിന്റെ പേരുണ്ടാവും. അപ്പൊ പുള്ളിക്കാരന്റെ ജൂനിയേഴ്സിനായിരുന്നു. അപ്പം ഈ പറയുന്ന പേരുള്ള ആൾക്കും റെപ്രസെന്റ് ചെയ്യാം. അപ്പം അതിന്റെ ജൂനിയേഴ്സ് വന്ന് ഫാക്സും അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഹരീഷ് സാറിനെ പോലെ അദ്ദേഹം വന്നിട്ട് ഈ കാര്യങ്ങൾ കറക്റ്റ് പോയിന്റുകൾ പറഞ്ഞ് ആർഗ്യൂ ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യാം തിരിച്ചു പോവാ. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു മിനിറ്റുകൾക്കാണ് വളരെയധികം സാലറി കിട്ടുന്നത്. വളരെ ലൂക്രേറ്റീവ് ഫീൽഡാണ്. നിങ്ങൾ ഇത്രയും നേരം കേട്ടോണ്ടിരുന്നത് ദിൽദാറിനെയാണ്. ദിൽദാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ 5ാം വർഷ വിദ്യാർത്ഥിയാണ് ന്യൂവെൽസ് കൊച്ചിയില്. ന്യൂവെൽസ് എന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തിലെ ഒരേ ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി. ഇതുപോലെ നമുക്ക് ഒത്തിരി അധികം സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഉടനീളമുണ്ട്. എന്തായിട്ട്? പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട്. ഇവിടെ നമ്മൾ ലോയുടെ കാര്യമാണ് സംസാരിച്ചത്. ഇതുപോലെ പല പല വിഷയങ്ങളുടെയും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടത്,
നിങ്ങൾ ഏത് സാമ്പത്തിക അവസ്ഥയിലുള്ള ഒരു കുട്ടി ആയിക്കോട്ടെ, എവിടെ താമസിക്കുന്ന ഒരു കുട്ടി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെയൊക്കെ എത്തിച്ചേരണം എന്ന് മനസ്സിൽ ശരിക്കും മോഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വർക്ക് ചെയ്ത് അവിടെ എത്താൻ പറ്റുന്നതേ ഉള്ളൂ. ശരിയല്ലേ ദിൽദാർ? അങ്ങനെയുള്ള കുട്ടികൾ ഇല്ലേ ന്യൂവൽസിലുണ്ട്? അവരുടെ ആ ഒരു രീതിയിൽ ഇപ്പൊ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം പല ഓർഗനൈസേഷൻസും ഉണ്ട്. അപ്പം ന്യൂവൽസിലെ IDA ഒരു ഉണ്ടാവട്ടെ, കറക്റ്റ് അറിയത്തില്ല. ആ ഒരു ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ ഇതിൽ താല്പര്യമുള്ള ഈ എക്കണോമിക്കലി സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ തന്നെ ട്രെയിൻ ചെയ്ത് ക്ലാറ്റ് കോച്ചിങ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് ക്ലാറ്റ് ചെയ്തിട്ട് അവരെ തന്നെ ഫണ്ട് ചെയ്യും ഈ ഫീസ് അതുപോലത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ എത്തിപ്പെടാനുള്ള മാർഗം ദൈവം കാണിച്ചു തരുന്നതാണ്. ദിൽദാറിന് ജൂനിയർ ആയിട്ട് വരുന്ന ഈ ഒരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു +1 കഴിഞ്ഞ് അപ്പോഴേക്കും നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ഇതിനു വേണ്ടിയിട്ട് കഠിനമായി പ്രയത്നിച്ചാൽ ഏതൊരു NLUലും കിട്ടാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അത് പ്രാർത്ഥിക്കുക, അതിനനുസരിച്ച് ചെയ്യുക. എന്നിട്ട് ഒരു ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷൈ ആയി മാറിയിരിക്കാതെ എല്ലാത്തിലും ഇറങ്ങി വർക്ക് ചെയ്ത് ആ രീതിയിൽ ബോൾഡായിട്ട് നിങ്ങൾ ആ ഒരു ഫോക്കസോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും നിങ്ങൾക്ക് ഒരു സ്റ്റാറായി മാറാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ദിൽദാർ. കാരണം ഐ എം ഷുവർ ഈ ഒരു സെഷൻ കൊണ്ട് ഒത്തിരി സ്റ്റുഡൻസിന് അത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഇപ്പോഴും നമ്മുടെ നാട്ടില് ഒരുപാട് പിള്ളേരുണ്ട് എന്തൊക്കെയാണ് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് അറിയാത്തത് കൊണ്ട് മാത്രം പുറകെ നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ പലരും പറയുന്നത് എന്റെ കയ്യിൽ പൈസ ഇല്ല, എന്റെ വീട്ടുകാർക്ക് എന്നെ പഠിപ്പിക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് മാത്രം എനിക്ക് വലിയ വലിയ സ്ഥലങ്ങളിലൊന്നും എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവർ. നമ്മൾ ഈ ചാനലിലൂടെ ആഗ്രഹിക്കുന്നതും അതാണ്, എല്ലാവരിലേക്കും ഈ വിദ്യാഭ്യാസത്തിന്റെ ഓപ്പർച്യൂണിറ്റീസ് ചെന്ന് എത്തണം. എന്നിട്ട് അവരത് കൃത്യമായിട്ട് അതിനൊരു ആഗ്രഹം വെക്കുകയാണെങ്കിൽ as you said, some or the other way will open in front of you. എന്നിട്ട് അത് ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലെ ദിൽദാറിനെ നിങ്ങളിപ്പോ കണ്ടതുപോലെ നിങ്ങൾ ഇനി ആരെയൊക്കെയാണ് ഹൗ ടു ബിക്കം സീരീസിൽ കാണാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആവാം, ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ആരെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റുകൾ അയക്കുക. അതിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പറ്റുന്നിടത്തോളം നമുക്ക് ഇങ്ങനെ ഒന്ന് മീറ്റ് ചെയ്ത് അവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒന്നിച്ച് മനസ്സിലാക്കാം. താങ്ക് യു സോ മച്ച് ദിൽദാർ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.